Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. How are you all? Fine, ma'am. Fine. കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് അല്ലേ? ആണോ? ഓക്കെ. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? സുഖാണ് മാം. എന്റെ ഫോണിന് ഒരു കംപ്ലൈന്റ് ഉണ്ട്. ടച്ച് അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. പെട്ടെന്ന് പറയാൻ ഉത്തരം പറയാനേ മ്യൂട്ട് ഞെക്കാൻ പറ്റുന്നില്ല. എങ്ങനെയുണ്ട്? ഓണൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സെലിബ്രേറ്റ് ചെയ്തോ എല്ലാവരും? ഓണൊക്കെ നല്ലായിരുന്നു മാം. നല്ല വെക്കേഷൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. പണ്ടൊക്കെ ആയിരുന്നു പിന്നെ വെക്കേഷൻ നമ്മൾ എൻജോയ് ചെയ്യണം. ഇപ്പൊ എന്തെന്നാണ് കല്യാണം അവർക്കല്ലേ വെക്കേഷൻ അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട്? ആരുമില്ലേ? കാരുണ്യ മാം ഒരു 10 മിനിറ്റ് ഞാൻ ഇപ്പൊ വന്ന് ജോയിൻ ചെയ്യും. കുറച്ച് ഓക്കെ. നമ്മളിപ്പോ പാസ്റ്റ് ടെൻസ് നമ്മൾ കഴിഞ്ഞല്ലേ അല്ലേ? എന്റെ ടോപ്പിക് ഞാൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ടോപ്പിക് നോക്കാനോ പറഞ്ഞിരുന്നോ? ആക്റ്റീവ് ആണോ എല്ലാവരും ക്ലാസ്സില്? ആക്റ്റീവ് ആണോ? അതെ മാം. ഞാനിപ്പോ മാമിന്റെ ക്ലാസ്സിൽ കയറാത്ത കൊറേ ആയി. ഞാനും ക്ലാസ് എടുത്തിട്ട് കൊറേ ആയി ഇപ്പോ അല്ലേ? ഞാൻ എല്ലാവരും പറയും. നമ്മൾ ലാസ്റ്റ് ക്ലാസ് എന്നായിരുന്നു? 10-ായിരുന്നു. അതിപ്പോ ഞാൻ കണ്ടു തീർത്തേ ഉള്ളൂ. എന്തോ? ഇപ്പൊ ഞാൻ കണ്ടു തീർത്തേ ഉള്ളൂ ഇത്രയും ദിവസത്തെ ക്ലാസ്. ഗായത്രിയോ? ഗായത്രി ഉണ്ടോ ക്ലാസ്സില്? ഇല്ല, ഗായത്രി ഇല്ല. ഗായത്രി ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അറിയോ? നല്ല കണ്ടതാ. പിന്നെ അതുവരെ ഒരു വിവരമില്ല. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ക്ലാസ്? എന്ത് പറ്റി? നല്ല ആക്റ്റീവ് ആയിരുന്ന ക്ലാസ് അല്ലേ? എന്ത് പറ്റി എല്ലാവർക്കും? അല്ലെ? ആരും സംസാരിക്കാൻ താല്പര്യമില്ല. ഒരു കാര്യം ചെയ്യും. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയൂ എല്ലാവരും. ഇംഗ്ലീഷിൽ പറയൂ. ഓണം എങ്ങനെ ഉണ്ടായിരുന്നോ? ആഘോഷിച്ചോ ഇല്ലയോ? എങ്ങനെയൊക്കെ ആയിരുന്നു? ഒന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കും എല്ലാവരും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് എടുത്തത്. സോ ഇതും കഴിഞ്ഞു പോയ കാര്യമാണ്. നമുക്ക് പാസ്റ്റ് ടെൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം അല്ലെ? സോ റെഡിയാണോ എല്ലാവരും? റെഡിയാണോ?
Yes, ma'am. Yes, ma'am. പറയൂ, പറയൂ. Onam was celebrating with my family. We make Pookalam and Onasadya. Enough, ma'am. അത്രേ ഉള്ളൂ അല്ലേ? പൊതുവെ എല്ലാവരും എങ്ങനെയാ ചെയ്യാ? പൂക്കളിടുക, സദ്യ കഴിക്കുക, ലാസ്റ്റ് മണി അഭിഷേകം കൊണ്ടുവരുന്ന ഓണം കഴിയും അല്ലേ? Yes, ma'am. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പറയാൻ. ആണോ? ഇതിലും വ്യത്യസ്തമായ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആരെങ്കിലും പറയൂ. എല്ലാവർക്കും ഒന്നും പറയാനില്ല. I did not celebrate Onam. My mother was dead in 5 months. Then Yeah. My I was sad, and then it's okay, ma'am. Yeah, okay. ഇനി ആരാ? തീർത്താ? Ma'am. പറയൂ. Our family not celebrated Onam because the death of our relative. Yeah. Then Arunima. Arunima, can you hear me? Okay, നമുക്ക് കാര്യം ചെയ്യാം, ക്ലാസ് എടുക്കാം. നമുക്ക് കുറച്ചുകൂടെ നല്ലത്. സോ പാസ്റ്റ് ടെൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ? സോ നമുക്ക് അടുത്തത് ഫ്യൂച്ചർ ടെൻസിലേക്ക് പോവാം. ഓക്കെ മാം, ഇന്നലെ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഇപ്പൊ ക്ലാസ് കണ്ടപ്പോഴായിരുന്നു അവന് സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് പരീക്ഷ തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞില്ലേ? അതിന്റെ ഇംഗ്ലീഷ് സെന്റൻസ് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ബിഫോർ മുൻപ് ഫസ്റ്റ് വെച്ചൂടെ? ബിഫോർ ഹി ഹാഡ് റീച്ച് ദ സ്കൂൾ ദ എക്സാം സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞു വെച്ചൂടെ? പറയുമ്പോ ഒന്നും മിസ്റ്റേക്ക് ആയിട്ട് തോന്നില്ല, കാര്യം മനസ്സിലാവും. അത് ബിഫോർ അങ്ങനെ മുന്നിൽ വെക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? അങ്ങനെ അത് മിസ്റ്റേക്ക് ആണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ മിസ്റ്റേക്ക് ഒന്നുമല്ല. നമുക്കത് ഇപ്പൊ ഒരാളോട് കൺവേ ചെയ്യാനാണ് നമ്മൾ പറയാൻ, ആൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അത് നോക്കാം. നമുക്ക് ഇന്ററാക്ഷൻ ആണ് ഇമ്പോർട്ടന്റ് എങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, കുഴപ്പമൊന്നുമില്ല. നമ്മള് ലിറ്ററലി എഴുതുമ്പോഴാണ് ഇതിന് ഈ ഗ്രാമർ മിസ്റ്റേക്കും ഇതെല്ലാം വരുന്നത്. എഴുതുമ്പോഴാണ് നമുക്ക് ഫുള്ള് മിസ്റ്റേക്ക് തോന്നുക. അപ്പൊ എഴുതിക്കുമ്പോ നമുക്ക് എന്താണ്, ചിലപ്പോൾ ഗ്രാമർ തെറ്റായിരിക്കും, ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. മനസ്സിലായോ? നമ്മൾ സംസാരിക്കുമ്പോ നമുക്ക് വിഷയമല്ല. ശരിക്കും നമുക്ക് ഈ പാസ്റ്റ് ടെൻസിലെല്ലാം, ഇതിപ്പോ ഞാൻ പാരീസിൽ ജോലി ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോ അത് നമ്മളിപ്പോ കാഷ്വലായിട്ട് നമ്മൾ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു ഇതെല്ലാം ഉപയോഗിച്ചൂടെ? ഐ വർക്ക്ഡ് ഇൻ പാരീസ്, ഐ വാസ് വർക്കിംഗ് ഇൻ പാരീസ്, ഐ ഹാഡ് വർക്ക്ഡ് ഇൻ പാരീസ് ഒക്കെ യൂസ് ചെയ്താലും മീനിങ് ഒന്നല്ലേ? മീനിങ് ഒന്നല്ല, വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ ഉദ്ദേശിച്ച കാര്യം അവർക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. നമുക്കിപ്പോ എന്നോട് ഇപ്പൊ ജിത്ത് പറയുകയാണെങ്കിൽ എനിക്കത് മനസ്സിലാവും, ജിത്ത് ഉടനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നമ്മൾ കേൾക്കുന്ന ആള് അതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ അതൊന്നും നോക്കൂല, നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കൂല. ഇപ്പൊ ജിത്തോടാണ് ഇംഗ്ലീഷ് സംസാരിച്ചു, ജിത്തു അവരെ ഗ്രാമർ മിസ്റ്റേക്ക് നോക്കിയിരിക്കോ അല്ലെങ്കിൽ അവർ പറയണത് മനസ്സിലാക്കാൻ നോക്കോ? എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാവും, അത്ര തന്നെ. അതേ ഞാൻ പറഞ്ഞത്, അതാണ് സംഭവം. ഇതാ നിന്നോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സംസാരിക്കും, സംസാരിച്ച് നിങ്ങൾക്ക് ആ ഒരു ടോൺ കിട്ടും, ആ ഒരു ഫ്ലുവൻസി കിട്ടും. മനസ്സിലായോ? കറക്റ്റ് ആ ടെക്സ്റ്റ് ഒക്കെ നോക്കി പറയുമ്പോഴാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരാം.
നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് വേർഡ് നോക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന വേർഡ് പ്രസന്റിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിട്ട് പറയാം. മനസ്സിലായോ? പാസ്റ്റ് ആണെങ്കിൽ അത് പാസ്റ്റ് യൂസ് ചെയ്തിട്ട് പറയാം. ഇപ്പൊ വർക്ക് ആണെങ്കിൽ വർക്ക്ഡ് പറയാം, അത് പാസ്റ്റ് ആയി. മനസ്സിലായോ? ഇപ്പൊ ആ വർക്കിങ്ങിനാണെങ്കിൽ നേരെ പാസ്റ്റിൽ പറയുമ്പോൾ ഐ വാസ് വർക്കിംഗ് പറയാം. ഇപ്പൊ അത് ഫ്യൂച്ചറിലേക്ക് ആവുമ്പോ ബില്ല് യൂസ് ചെയ്യേണ്ടി വരും. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഹാഡ് ബീൻ അതൊക്കെ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഈ ഹാഡ് ബീനും ഹാഡ് ഒക്കെ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. മനസ്സിലായോ? ആണ് ഇംഗ്ലീഷ്. ഇതെല്ലാം പഠിച്ച് പാസ്സായിട്ട് നിങ്ങൾ പറയാനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പറയില്ല. സോ പറഞ്ഞു നിങ്ങൾ തന്നെ മാറ്റും. കുറെ നാൾ ഈ ഐവാസ് ഒക്കെ യൂസ് ചെയ്ത് മടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ഹാഡ് ഉപയോഗിക്കാൻ തുടങ്ങും, ഹാഡ് ബീൻ യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് എല്ലാവരും. പയ്യെ പഠിക്കുള്ളൂ. പക്ഷെ അത് യൂസ് ചെയ്ത് ഒക്കെ കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, സോ ഫ്യൂച്ചറിലേക്ക് പോവാം. എന്താണ് മോളിന് ഉഷാറില്ലാത്ത പോലെ? ഓക്കെ, ഫ്യൂച്ചറിൽ എല്ലാ ടെൻസിലും നിങ്ങൾ സ്ട്രക്ചർ പഠിച്ചു വെക്കുക. സ്ട്രക്ചർ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ സിമ്പിൾ ഫ്യൂച്ചറിലുള്ള സ്ട്രക്ചർ ഉണ്ടോ, വിൽ പ്ലസ് വെർബ്. ഈ സ്ട്രക്ചർ എല്ലാത്തിലും നോക്കി വെക്കണം. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാ യൂസ് ചെയ്യണ്ടേ, എവിടെയാണ്, എവിടേക്കാണ് അത് ആഡ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം നമുക്കത് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, സോ ഫ്യൂച്ചർ നോക്കാം. സിമ്പിൾ ഫ്യൂച്ചർ എങ്ങനെയാണ്? സബ്ജക്ട് ഏതായാലും അതിന്റെ കൂടെ എന്താണ്, വില്ല് ആഡ് ചെയ്യണം. ഫ്യൂച്ചറിൽ എന്തായാലും വില്ലാണ് വേണ്ടത്. ഫ്യൂച്ചറിൽ കേൾക്കുമ്പോൾ വില്ല് യൂസ് ചെയ്യണം. ഓക്കെ, സോ സിമ്പിൾ ഫ്യൂച്ചറിൽ സബ്ജക്റ്റിന്റെ കൂടെ വില്ല് യൂസ് ചെയ്യാം. ദെൻ ഫസ്റ്റ് ബേസ് ഫോം ഓഫ് ദി വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ബേസ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്, V1. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചറിൽ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബ്. ഓക്കെ, I will get you something to eat. Meaning എന്താ വരാ? ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം അല്ലെ? സോ ഐ എന്ന് പറയുന്ന സബ്ജക്ട്, അതിന്റെ കൂടെ വന്നത് വില്ല്, ദെൻ വന്ന എന്താണ്, ഫസ്റ്റ് ഫോം ആണ് അല്ലെ, V1 ഫോം ആണ്. ഗെറ്റ് എന്ന് പറയുന്നത് V1 ഫോം ആണ്. സോ അത് നോക്കി വെക്കാം. I will get you something to eat. ഭാവിയാണ്. ഓക്കെ, വരാൻ പോകുന്ന കാര്യമാണ്. ഓക്കെ, then I think she will be late. എനിക്ക് തോന്നുന്നു അവള് ലേറ്റ് ആകും അല്ലെ, ഭാവിയുടെ കാര്യമാണ്. അവിടെ നോക്കാം, she will be, she subject, will, then be എന്ന് പറയുന്നത് base form. Then we will probably stay home tonight. എന്താണ്, ഒരു പക്ഷേ ഇന്ന് രാത്രി ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലെ, വീട്ടിലായിരിക്കും. Then we will know our exam result in May. മെയ്യിലായിരിക്കും എക്സാം റിസൾട്ട് വരാം അല്ലെ, ഭാവിയാണ്. സോ will യൂസ് ചെയ്യാം, സബ്ജക്റ്റിന് കൂടെ will യൂസ് ചെയ്യാം. Then ഫസ്റ്റ് ഫോം അതായത് ബേസ് ഫോം യൂസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. Then ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ എന്താണ്, സബ്ജക്റ്റിന് കൂടെ will പ്ലസ് be പ്ലസ് ing ഫോം. I will be working. കണ്ടോ, I will be working, will be working. be എന്തായാലും വേണം, കണ്ടിന്യൂസ് ആവുമ്പോ be എന്തായാലും വേണം. ഓക്കെ, സോ എന്താണ്, I will be working from 9 to 5 tomorrow. മീനിങ് എന്തായിട്ട് വരാം, മീനിങ് എന്താ വരാം, I will be working from 9 to 5 tomorrow. നാളെ 9 മുതൽ 5 വരെ ഞാൻ ചിലപ്പോ വർക്കിങ്ങിലായിരിക്കും എന്നല്ല. വർക്ക് ചെയ്യും, അങ്ങനെയാണോ? ഭാവിയാണ്, വർക്ക് ചെയ്യും, നാളത്തെ കാര്യമാണ് പറയുന്നത് അല്ലെ, വർക്ക് ചെയ്യും. Then she will be writing the test at 10 tomorrow. അവിടെ നാളെ 10 മണിക്ക് എന്താണ്
ടെസ്റ്റ് ചെയ്ത് അല്ലെ എഴുതിയായിരിക്കും എന്ന് പറയാം. അപ്പോ ഇതിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റിന്റെ കൂടെ will, അതിന്റെ കൂടെ be, then ing form of the verb അല്ലെ, verb plus ing form. ഓക്കെ, അങ്ങനെയാ വരാം. then future perfect ആവുമ്പോഴാ സബ്ജക്റ്റിന്റെ കൂടെ will വരും, അതിന്റെ കൂടെ have വരും. have ശേഷം എപ്പോഴും എന്താണ്? V3 ഫോം ആയിരിക്കും. അത് ഏത് ടെൻസ് ആയാലും have ശേഷം എപ്പോഴും V3 ഫോമേ വരുള്ളൂ. have ശേഷവും had ശേഷം എപ്പോഴും V3 ഫോം ആയിരിക്കും വരിക. have, had, has ഇതിന് മൂന്നിന് ശേഷവും V3 ഫോം ആയിരിക്കും വരാം, ഒരിക്കലും മറക്കരുത്. ഓക്കെ, സോ ഫ്യൂച്ചർ പെർഫെക്റ്റ്ലി will have ആണ് വരാം. will have V3 ഫോം. ഓക്കെ, I will have finished the report. കണ്ടോ, I will have finished the report by 7 to 9. ഇന്ന് രാത്രി 7 മണിക്ക് ഞാൻ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കും അല്ലേ, കൺഫേം ആണ്, ചെയ്തിരിക്കും. Then they will have left Japan in a week's time. യാശിക്കുള്ളില് എന്താണ് അവര് ജപ്പാനിൽ പോവും അല്ലെ, ലെഫ്റ്റ് ചെയ്യും എന്നാ പറയുന്നത്. സോ സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കാം. Then future perfect നോക്കൂ, future perfect continuous സ്ട്രക്ചർ എന്താ? subject plus will have plus be ing form. will have be വരും, നമ്മുടെ പ്രസന്റിലൊക്കെ പഠിച്ച പോലെ തന്നെയാണ്, കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. I will have been working here for 2 years next month. അടുത്ത മാസം ആകുമ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്തിട്ട് 2 മാസം ആകും എന്നാണ് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഫ്യൂച്ചർ ടെൻസ് സ്ട്രക്ചർ എല്ലാം മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Is it clear? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. Clear. Okay. Yes, ma'am. Take your notebook. Write down. നമുക്ക് ഒരു ജസ്റ്റ് ഒരു വേർഡ് വെച്ചിട്ട് നമുക്ക് ഈ ഫുൾ ടെൻസ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്കൊരു വേർഡ് ഡു എടുക്കാം. ഡു മീൻസ് ചെയ്യുക എന്നൊരു മീനിങ് ഡൂയിനുണ്ട് അല്ലെ. സോ ഡു ഇടുക. ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് പ്രസന്റ് ടെൻസ് ഫുൾ എഴുതാം ഡു വെച്ചിട്ട്. സബ്ജക്ട് ഐ ആണ്, സബ്ജക്ട് ഐയും വേർബ് ഡു ആണ്. സോ ഫസ്റ്റ് പ്രസന്റ് ടെൻസ് ഫുള്ള് കവർ ചെയ്യും. അതായത് പ്രസന്റ് സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇത് 4ഉം ഐ ഡു വെച്ചിട്ട് എഴുതാം. ഫസ്റ്റ് എന്താ വരാ? പ്രസന്റ് സിമ്പിൾ എങ്ങനെയാ വരാ? സെന്റൻസ് മേക്ക് ചെയ്യണ്ട, ജസ്റ്റ് ഇത് മാത്രം പറയാം. I do. Yeah, I do ആണ്. പ്രസന്റ് സിമ്പിൾ I do. Yeah. കാരുണ്യത്തിയോ? 10 മിനിറ്റ് കഴിഞ്ഞു. അതെ, എത്തി. ഓക്കെ, അതിന്റെ തിരക്കാറ് ഫ്യൂച്ചർ കയറാൻ പറ്റില്ല. ഫ്യൂച്ചറിൽ ഐ വിൽ ഡു. ഫ്യൂച്ചർ എടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, എടുത്തപ്പില്ല. അറിയാമെന്ന് പറഞ്ഞതാ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമ്മള് ഫുൾ ടെൻസ് ഒന്ന് കവർ ചെയ്യാണ്. ഡു വെച്ചിട്ട് പറയാം. പ്രസന്റ് സിമ്പിൾ എങ്ങനെയാ വരാ? ഐ ഡു. പ്രസന്റ് സിമ്പിൾ ഐ ഡു ആണ്. പ്രസന്റ് കണ്ടിന്യൂസിലോ? I am doing. I'm doing. I'm doing. Present perfect. Present perfect. I have been doing. No. Present perfect. Perfect. I have. I have done. Done. I have. I done. Done. Yeah, I have done. Did done. Did no present day.
ഏതാ മാം? I I I have have done. Have ന് ശേഷം V3 form. Okay. Have done. okay. Do, did, done. എങ്ങനെയാ വരാ? അല്ലേ? അപ്പൊ done ആണ് വരാ. I have done. Present perfect continuous ലാ? I have been doing. Yeah. Have been doing. I have been നോട്ട് എഴുതുന്നുണ്ടല്ലോ അവര്. Yes ma'am. I have been doing. നോട്ട് എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ട്. ഓക്കെ. സോ ഇനി പാസ്റ്റ് പറയൂ. പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ്. Simple past. Simple past ആകുമ്പോ I I done. done. അല്ല. അല്ലേ? അതല്ല. അല്ല I did. I did. Yeah. I did. I did ആണോ? Continue. I did ആണ്. did. V2 form അല്ല വരാ. പാസ്റ്റിൽ വരുന്ന V2 form ആ വരാ. സിമ്പിൾ പാസ്റ്റിലെ V2 form. Okay. അപ്പൊ I did. Continuous. Past continuous. I was doing. I had അല്ലല്ല. I was doing. Yeah. I I was had. doing. I had. I was. I was doing. Past perfect. I had did. I had been. അല്ല. I had done. I had done. I had done. Done ആണ്. Have had ഇതിന് ശേഷം V3 form ആണ്. form. Yeah. I had done. Okay. Then perfect continuous. Past perfect I had continuous. been doing. I had been doing. I had been doing. I had been doing. Future. Simple future. Future. I will do. I will do. I will do. Simple future. ഇതിന് ശേഷം എപ്പോഴും ഫസ്റ്റ് ഫോം ആയിരിക്കും. Okay. I will do. Continuous. I will be doing. I will be. I will have. I will be doing അല്ലേ? I will be doing. Okay. Future perfect. I will have done. Future I will perfect. have done. I will have been doing. We will have been doing. Future Been perfect ആണ് വരുന്നില്ല. ma'am. Future perfect. Future perfect അല്ലേ? Future perfect. Perfect. Yeah. I will have done. Have ന് ശേഷം V3 form. ആക്കരുത്. I I will I will will have done. Future perfect continuous. I will have been doing. I will have been doing. I will have been doing. Yeah. Simple അല്ലേ? ടെൻസ് ഫുള്ള് പഠിച്ചു അങ്ങനെ അല്ലേ? ഓക്കെ. ഇനി അടുത്തൊരു വേർഡ് പറയുന്നത് സബ്ജക്റ്റ് ആണേ. വേർഡ് സ്റ്റഡി. സ്റ്റഡി. തുടങ്ങിയോ? പ്രസന്റ് സിമ്പിൾ. I study. I study. Continuous. I am studying. I am studying. I am studying. Perfect. I have studied. I have studied. I have Studied. 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 Perfect continuous. I have been studying. I have been studying. I have been studying. Have been. Yeah. Future. Simple future. I studied. I will study. Yeah, I will simple study. future. Sorry. I will study. I will study. I will study.
I will study. Will ശേഷം base form. I will study. Study. Continuous. Future continuous. I will be I studying. will be I will be studying. studying. Yeah. Then Studying. perfect. I will have I will have studied. studied. I will have studied. Perfect Studied. continuous. I will have been studying. I will have been studying. Studying. Past. Simple past. I studied. Continuous. I was studying. I was studying. Perfect. I had studied. studied. I had I had Studied. 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 Continuous. Perfect I continuous. had been I had studying. been studying. Yeah, good. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? സിമ്പിൾ ആണെന്നും കിട്ടും. കിട്ടുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യാം. ജിത്തു. Yes, ma'am. ജിത്തു പറയൂ. പ്ലേ വെച്ചിട്ട് പറയാം. ജിത്തു പറയൂ. പ്രസന്റ് പറയൂ. I play. Simple present. Continuous. I am playing. Next, I have played. I have been playing. Any past number? I played. I was playing. I had played. Played. I had been playing. Future number, I will play. I will be playing. I will have played. I will have been playing. Yeah. ഇനി ആരാ? ലക്ഷിന എന്നാണ് പേര്. ഡാൻസ് വെച്ചിട്ട് പറയും. ഡാൻസ്. ഓ ഡാൻസ്. ഡാൻസാ. പ്രസന്റ് പറയും. ഡാൻസ് എന്ന് പറയാ. പറയോ? I present simple I dance. അങ്ങനല്ലേ? Continuously I am dancing. Perfect I have dance. I have danced പറയോ? ഇല്ലല്ല. I have dance. I have been dancing. Next past simple I danced പറയോ? ഇല്ല അല്ലേ? പറയോ? I danced. Continuously I was dancing. Perfect I had danced. I had been dancing. Next future symbol I will dance. I will be dancing. Next perfect I will have danced. I will have been dancing. ഓക്കെ. ഇനി ഏതൊരു വീട് പറയൂ ആരെങ്കിലും? Work. ആരുടെ പറയൂ? വർക്ക്. കിട്ടുന്നേ പഠിച്ചതല്ലേ? ഓക്കെ മാം. പ്രസന്റിൽ പറയാം. ഐ വർക്ക്. മാം റേഞ്ചിന് ഇഷ്യൂസ് ഉണ്ടോ? ഇല്ലില്ല. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഐ വർക്ക്. പ്രസന്റ് കണ്ടിന്യൂസിലാണെങ്കിൽ ഐ എം വർക്കിംഗ്. ആൻഡ് പ്രസന്റ് പെർഫെക്റ്റിലാണെങ്കിൽ ഐ ഹാവ് വർക്ക്ഡ്. ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലി ഐ ഹാവ് ബീൻ വർക്കിംഗ്. Then pastല് I worked. I was working. Then past perfectly വരുമ്പം I had worked. Present അല്ല സോറി എന്താണ് past perfect continuously വരുമ്പം I had been working. Future ma'am
I will work, then I will be working. The past continuous, then past perfectly വരുമ്പം I will have worked, Sure. and past perfect continuous വരുമ്പം I will have been working. ഫ്യൂച്ചർ ആണ് ഫ്യൂച്ചർ. Sorry, future, sorry. ക്ലിയർ? Clear, ma'am. ഇനി ഹി What? വെച്ചിട്ട് പറയാം. സബ്ജക്റ്റ് നോക്കാം. ഹി വെച്ചിട്ട് ഡു പറഞ്ഞേ. ഡു ആദ്യം സിമ്പിൾ പ്രസന്റിൽ he do, he will do, he is doing, then he have He has. he have He has has. he has done, he has been doing. ഓക്കെ. വെയിറ്റ്. സിമ്പിൾ പ്രസന്റ് എന്താ വരാ? സിമ്പിൾ പ്രസന്റ് he do. He does ആണ് main. അല്ല സിമ്പിൾ പ്രസന്റ് അല്ല he do. He does അല്ലേ sir? He does അല്ലേ? does. Okay. Does. Singular മാത്രം. It does. Yeah. Correct. അപ്പൊ he does, he will, He അല്ല. will know. അല്ല സോറി ഏതാ വന്നെ പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ വരിക? അപ്പം he is doing, then present perfectly വരുമ്പം he has done, then present perfect continuously വരുമ്പം he has been doing. അവള് വിളിക്കുന്നു. പാസ്റ്റ് ആരാ പറയാ? ജിൻഷ പറയും പാസ്റ്റ്. ആരെയാ പറയാ? He will do. പാസ്റ്റ്. Past. പറയൂ ജിൻഷ. He will do. പാസ്റ്റ് ആണ്, അത് ഫ്യൂച്ചർ ആണ്. പാസ്റ്റ് വെച്ചിട്ടുള്ളത്. He will doing. He will. ജിൻഷ പാസ്റ്റ് ആണ്, വില്ല് വരുമ്പം ഫ്യൂച്ചർ ആവുക. ഓക്കെ. ജിൻഷ ശ്രദ്ധിച്ചിരിക്കൂ. വേറെ ആരെങ്കിലും പറഞ്ഞോളൂ. പാസ്റ്റ് പറയും. He did. He was doing. He had done. He had been doing. ഫ്യൂച്ചർ ആരാ പറയാ? ഞാൻ പറഞ്ഞോളാം. Yeah. He will does, and he will be doing. He will have. He will do എന്നല്ലേ വരുള്ളൂ. He will do. He will be doing. He will have done. He will have been doing. ക്ലിയർ? നല്ല കളിയായിരുന്നോ? ഇഷ്ടായോ? ഗെയിം ഇഷ്ടായോ? നല്ല ഈസിയാ. ഇങ്ങനെ വായിക്കുമ്പോ സുഖമായിട്ട് പറ്റുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോ ആകെ ഒരു കൺഫ്യൂഷൻ വരുന്ന പോലെ. ഇത് രസമാണ്. സമാധാനം. ടെൻഷനിൽ അറിയാനും അറിയാമല്ലോ. എല്ലാവർക്കും ചോദിക്കും എനിക്ക് ടെൻഷൻ അറിയില്ല എന്നേ പറയുള്ളൂ. പക്ഷെ നിനക്ക് പറയണം ടെൻഷൻ അറിയാം. ടെൻഷന്റെ സ്ട്രക്ചറൊക്കെ ഞങ്ങൾക്ക് കാണാപ്പാടാണെന്ന് പറഞ്ഞാൽ മതി. ഏത് ഉറക്കത്തിൽ വിളിച്ചു വെച്ചാൽ ഞങ്ങൾ പറയും. അല്ലേ? ഉറക്കത്തിൽ കുറച്ച് കൂടി പോയോ? അത് കുറച്ച് കൂടുതലാണ്. അത് കുറച്ച് കൂടിപ്പോയത്. പറഞ്ഞ പോലെ. ഓക്കെ. അടുത്ത പേര് പറയൂ. നമുക്ക് പറഞ്ഞു നോക്കാനേ. അപ്പൊ പിന്നെ ഓർമ്മ നിന്നിട്ടാലും നമുക്ക് പറയാൻ പറ്റും. നീ ഏതാ വേട് പറയാ? ഷീ അല്ലെങ്കിൽ യു. സബ്ജക്ട് മാറ്റിയിട്ട് സബ്ജക്ട്
ഷീ ആക്കാം. റൈറ്റ് റൈറ്റ്. ദേ വെക്കാം. ദേ ഓക്കെ. ദേ. പ്രസന്റ് പറയൂ. സബ്ജക്ട് ദേ, വെർബ് സ്പീക്ക്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് പറയൂ. They speak. They are speaking. They have speak. അല്ലേ? അല്ല. They have speaked. Spoken. സ്പോക്കൺ ആണ് അല്ലേ? അങ്ങനെയാണ്. ഇനി they have been speaking. ഓക്കെ, ജിത്തു റെസ്റ്റ് എടുക്കൂ. ഫാസ്റ്റ് പറയാറില്ല. ഫാസ്റ്റ്. They did. They was doing. They did. ദേ ഫാസ്റ്റ് അല്ലേ? ആ സ്പീക്ക് വെച്ചിട്ടാ പറയാൻ പറഞ്ഞത്. സോറി സ്പീക്ക് അല്ലേ? They speak fast. Okay. They spoke. They was speaking. അല്ല, they are speaking. അല്ല, they was എന്നല്ലേ വരിക മാം? Was. They were. They were speaking. They had spoken, and they had been speaking. ഫ്യൂച്ചർ ആരാ പറയാ? മാത്രം ആക്റ്റീവ് ആയിട്ടുള്ളൂ. ആരാ പറയാ? ഫ്യൂച്ചർ ആരാ പറയാ? ഞാൻ പറയാം മാം. Sorry. They will speak. They will be speaking. They will have spoken. They will have been speaking. Yes. Then സിംഗ് പറയാം. സിംഗ് സബ്ജക്ട് ഷീ, വെർബ് സിംഗ്. സ്റ്റാർട്ട്. ആരാ? She sing. She will sing. Sorry. She is singing. Then കാരുണ്യ അത് സിമ്പിൾ പ്രസന്റ്. she sing. She is sing. He sings. Yeah. Okay. She sing. She sings. Okay. And she is singing. Then she has sung. Fix ചെയ്യൂ. V1 V2 V3 എന്ന് പറഞ്ഞിരോ? Sing, sang, sung എന്നല്ലേ വരിക മാം? സംഗ്. She have sung. She has been singing. ഫാസ്റ്റ്. ആരാ ഫാസ്റ്റ് പറയാ? ഫാസ്റ്റ് പറയണമെന്നുണ്ട്, പക്ഷെ സിംഗിന്റെ V1 V2 V3 ഫോം അറിയില്ല അല്ലേ? പറയാം മാം. പറയാം മാം. She sang. ഒരു മിനിറ്റ്. She was singing. She had sung. She had been singing. ഫ്യൂച്ചർ ആരാ പറയാ? ഞാൻ പറയാം മാം. പറഞ്ഞോളൂ. She will sing. She will be singing. She will have sung. She will
She will have been singing. Yeah. Okay. ഇനിയിപ്പോ ഒരു വേർഡ് പറയാ, ആരെങ്കിലും ഇതുവരെ ഫുള്ള് പറയാ. എനിക്ക് വേർഡ് കിട്ടില്ല. നിങ്ങളെന്നെ പറയൂ. ടെല്ല് പറയാം വേർഡ്. എന്താ പറയണത്? ടെല്ല്. ഓക്കെ. സബ്ജക്ട് എന്ത് വേണം എടുത്തിട്ട് പറയൂ. ദേ പറയാല്ലേ. യു പറയാം. യു വെച്ചിട്ട് പറയും. യു. ടെല്ല് വെച്ച് പറഞ്ഞോട്ടെ മാം. പറയൂ. സബ്ജക്ട് ഏതാ വരുന്നത്? യു. യു. You tell. You are telling. You have told. You have been telling. Okay ആണോ മാം? Yeah, okay. കണ്ടിന്യൂ ചെയ്യുന്നോ? ഫുള്ള് പറയൂ. പാസ്റ്റും പറയാം മാം. She tellല്ലേ. She told. She was telling. She അല്ലേ? അല്ല, you sorry, you ആണല്ലേ? Sorry. You told. You was അല്ല, you were telling. You had told. You had been telling. Then future. You will do. You will be doing. You will tell. You will be telling. You will have told. You will have been telling. കാരുണ്യയുടെ പ്രൊണൗൺസിയേഷൻ ഒക്കെ കുറച്ച് വ്യത്യാസം വന്നു. ഇങ്ങനെ തന്നെയാണ് മാം സംസാരിക്കുമ്പോ. എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാവാറില്ല. ഇംഗ്ലീഷ് എനിക്ക് അത്ര പ്രശ്നമില്ല. വായിക്കുമ്പോ ഞാൻ അങ്ങനെ തന്നെ വരിക. കുറച്ച് ഇമ്പ്രൂവ്മെന്റ് എനിക്ക് തോന്നുന്നു സംസാരിക്കുമ്പോ. അതെയോ? തോന്നുന്നു. ഓക്കെ. ഇനി വേർഡ് ടീച്ച് പറയാം. ടീച്ച്. സബ്ജക്ട് ബി വെച്ചിട്ട് പറയും. ബി. സബ്ജക്ട് ബി. വേർബ് ടീച്ച്. ആരാ പറയാ? ഫുള്ള് പറയണം. ഞാൻ ആരെയും വിളിക്കില്ലേ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ പറയും. ഞാൻ പറയാന്ന് പറഞ്ഞു വന്നാലും ഞാൻ ഓക്കെ. ആരാ പറയാ? സബ്ജക്ട് ബി ആണ്. വേർബ് ടീച്ച് ആണ്. Teach. We are teaching. We was teaching. We. ജിൻഷ പ്രസന്റ് ഫുള്ള് പറയുന്നു. We. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റും വേർബും മാത്രമേ വരുള്ളൂ സിമ്പിൾ പ്രസന്റ്. അപ്പൊ എങ്ങനെയാ വരാ? We teach. We were teaching. We teach വരും. We are വരും. ജിൻഷ ഇത് പ്രസന്റ് ആണ്. പ്രസന്റില് ഇതിന്റെ കൂടെ ആറാണ് വരാ. ജിൻഷക്ക് ഫുള്ള് കൺഫ്യൂഷൻ ആണോ? ആണോ ജിൻഷ? എന്തേ ഒന്നും പറയാതെ? ആണോ? ഞാൻ പറഞ്ഞോട്ടെ മാം. കാരുണ്യാണ്. ബാക്കി എല്ലാവർക്കും അവസരം കൊടുക്കണ്ടേ? ആരും പറയുന്നില്ല മാം. ഞാൻ ആരും പറയുന്നില്ല. ആരാ പറയാ? ഞാൻ പറയാം മാം. പറയൂ. We teach. We are teaching. We have taught. We have been teaching.
we taught, we were teaching, we had taught, we had been teaching. We will teach, we will be teaching, we will have taught, we will have been teaching. Yeah. Good. Jitu. Yes, ma'am. Even ആണ് എന്തോ? even B2BC ആണ് കൺഫ്യൂഷൻ. ആ അതെ അതെ. തോന്നി അതാണ് മിണ്ടാതെ. ഓക്കെ റൈറ്റ് വെച്ച് പറയാം. ക്ലിയർ ആവുന്നില്ല മാം. റൈറ്റ് വെച്ചിട്ട് പറയൂ. റൈറ്റ്. റൈറ്റ്, റോട്ട്, റിട്ടൺ. സബ്ജക്ട് എന്താണ്? ഷീ. She writes. She is writing. She has written. She has been writing. She wrote. She was writing. She had written. She had been writing. She will write. She will be writing. She will have written. She will have been writing. Okay. ഇനി സബ്ജക്ട് യു, വെർബ് സി. ആരാ പറയാ? സബ്ജക്ട് യു, വെർബ് സി. പറയുന്നുണ്ടോ ആരെങ്കിലും? ഞാൻ പറയാമോ? വേറെ ആരും ഒന്നും റിപ്ലൈ തരുന്നില്ല. നിങ്ങൾ തന്നെ പറയൂ. വേറെ ആരെങ്കിലും നോക്കി നോക്കൂ. ഇല്ലെങ്കിൽ ഞാൻ പറയാം. കരുണ് പറയൂ. ചോദിച്ചു നോക്കൂ ആരോടെങ്കിലും. ആരെങ്കിലും പറയുന്നേ ഇങ്ങനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത് എന്ത് റെസ്പെക്ട് ഉള്ള ടീച്ചർ ഇങ്ങനെ എത്ര പ്രാവശ്യമായി വിളിക്കുന്നു. കാരണം തന്നെ പറയൂ. ലക്ഷ്മിന പറഞ്ഞ് ട്രൈ ചെയ്യോ? നമ്മളെ സംസാരിക്കാൻ വേണ്ടിട്ടല്ലേ മിസ് പറയിപ്പിക്കുന്നത്. ഞാൻ പറയാം. മിസ് യു ആൻഡ് സി അല്ലേ? യു സി വരുമോ മിസ്സേ? യു സി ആൻഡ് യു ആർ സീയിങ്. You have seen. You have seen. You have seen. You have been seeing. And you saw. You are seeing. Was it അല്ലേ? You has an error. യു ആർ വരുമ്പോ പാസ്റ്റിൽ എന്ത് വരും? യു ആർ ആണെങ്കിൽ വരും. വേറല്ലേ? You were seeing. You were seeing. You had
You had ആണെന്ന് had. You had seen. You had seen. You had been seeing. You will see. വില്ല് വരില്ല. വില്ല് വരൂലേ? പിന്നെ ഫ്യൂച്ചറിൽ എല്ലാം വില്ല് വരും. You will see. അത് സിമ്പിൾ. You will see. You will be seeing. You will have seen. You will have been seeing. ഇത്രയേ ഉള്ളൂ. ഇതിനാണ് നിങ്ങൾ മിണ്ടാതിരുന്നേ. കണ്ടോ? പറഞ്ഞതല്ലേ ഉള്ളൂ. മനീഷ ചാക്കയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല, മെസ്സേജ് മാത്രമേ പറ്റുള്ളൂ. എല്ലാരും സംസാരിക്കണത്. നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി പറയണ്ടേ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയണ്ടേ? പഠിക്കണ്ടേ? സോ സബ്ജക്ട് they, verb eat. They eat. ആരാ പറയാ? ലാസ്റ്റ് കാരുണ്യയും ചിതും കൂടി ഇരുന്ന് ഫുള്ള് പറയും അല്ലേ? ആരാ പറയാ? ഞാൻ പറയാം മാം. ഓക്കെ. They സബ്ജക്ട് they eat. They are eating. They have eaten. They have been eating. ആണോ മാം? കറക്റ്റ് ആണ്. തെറ്റെന്നൊക്കെ പറയും. They ate. They were eating. They had eaten. They had been eating. They will eat. They will be eating. They will have eaten. They will have been eating. കറക്റ്റ്. കുറച്ച് നിങ്ങൾക്ക് സ്പീഡിൽ പറയാൻ നോക്കും. തെറ്റോ എന്ന് വിചാരിക്കണ്ട, അത് സ്പീഡിൽ പറയാൻ നോക്കി പെട്ടെന്ന് കിട്ടും. അത് ഗോ വെച്ചിട്ട് പറയാം. ഗോ. സബ്ജക്ട് ഏതെങ്കിലും പറയൂ. ഗോപി ഞാൻ തരാം. ഗോ. മാം പേര് വിളിച്ചോളൂ. മാം ഉള്ളവരുടെ പേര് വിളിച്ചോളൂ, അപ്പൊ അവര് ചിലപ്പം റെസ്പോണ്ട് ചെയ്യാം. അനാമിക. എന്തോന്നും മിണ്ടാത്തേ? പറയട്ടെ. പറയൂ. സബ്ജക്ട് ഏതായാലും കുഴപ്പമില്ല, പറയൂ. I will go there. I will go there. Go there. Go. I have been go there. പ്രസന്റ് വെച്ചിട്ട് പറയൂ ഫസ്റ്റ്. Present. 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 I will go. പ്രസന്റില് വില്ല് വേണ്ട, ഫ്യൂച്ചറിലാണ്.
Present. Present. Ma'am, I go. I am going. I have been gone. I have been going. Past. Correct. I go. I went. I was going. I had gone. I had going. In the future, I will go. I will be going. I will have gone. I will have been going. Then I go. I am going. I have. റിപ്പീറ്റ് ചെയ്യണോ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഫ്യൂച്ചർ വരെ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ടെൻസ് ക്ലിയർ ആയോ? പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ക്ലിയർ? ഉറക്കത്തിൽ ചോദിച്ചാൽ പറയോ? ഉണർന്നിരിക്കുമ്പോ ചോദിച്ചാൽ പറയുന്നത്. ലാസ്റ്റ് ആയിട്ടോട് ചോദിക്കട്ടെ ഞാൻ. കം വെച്ചിട്ടാണേ. കം ഞാൻ ചോദിക്കാം. പാസ്റ്റ് പെർഫെക്റ്റിൽ എന്താ പറയാ? കം വെച്ചിട്ട് സബ്ജക്ട് ചെയ്തെങ്കിലും പറഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ്. വേഗം. പാസ്റ്റ് പെർഫെക്റ്റ് ആരും വേണമെങ്കിൽ പറയാവോ മാം? ആരും പറയാം. ചോദിക്കുമ്പോ പറഞ്ഞോളൂ. എന്തായിരുന്നു വേർഡ്? എന്തായിരുന്നു? ചിറ്റ് ഹി കം. കം കം. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. He had came. കം ആണ്. Come came. എന്താ വരാ? Gone. അല്ല, കമ്മ വരുന്നല്ലേ? കം ആണ്. ഓക്കെ, ഹി ഹാഡ് കം. കം കെയിം കം. എങ്ങനെയാ വരാ? ഞാൻ came എന്നാന്ന് വിചാരിച്ചു. ഇല്ല, കം കെയിം കം. സിമ്പിൾ പാസ്റ്റ്. ഇത് തന്നെയാണോ മാം? സിമ്പിൾ പാസ്റ്റ്. വേഗം. He came. Present perfect. Present Perfect. He has come. He has come. Future perfect and yes. Future perfect. He will have been doing that. Okay, നമുക്ക് വൈൻഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. Okay, കണ്ടിന്യൂ ചെയ്യാം. Thank you so much. Okay, thank you. Thank you, ma'am.